ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും തുമ്പിയും കൂടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും കർക്കിടകം ഒന്നല്ലേ, അപ്പോൾ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ടാവാം പരിപാടികളൊക്കെ തുടങ്ങുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. തുമ്പി എന്തായാലും രാവിലെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ട് വേഗം കുളിച്ചിട്ട് വന്നു. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തുമ്പി എൻ്റെ കൂടെ എണീക്കും, അല്ലെങ്കിൽ അവൾ നേരത്തെ എണീക്കും, എന്നിട്ട് എന്നെ എണീപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്നു, മുടിയെല്ലാം തോർത്തി. എന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിളക്ക് വയ്ക്കുന്ന സ്ഥലം. ഞാൻ കുളി കഴിഞ്ഞ് വിളക്ക് വയ്ക്കാൻ പോവാണ്. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയിരുന്നു കേട്ടോ. എൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴും തുമ്പി എണീറ്റിട്ടില്ല കേട്ടോ. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. തുമ്പീനെ ഇന്ന് വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറി. ഇന്ന് പുട്ടും കറിയൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. എരിവ് തുമ്പി പിന്നെ കടലൊക്കെ വേവിച്ച് കുറച്ചൊക്കെ ഇന്ന് തനിച്ച് തന്നെ കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. കാണിച്ചേരേ, ഇതാണ്ടോ. ഇങ്ങനെ ഈ ചെയറിലിരുന്നിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുമ്പി ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് കടലൊക്കെ പെറുക്കി തിന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. പണികളെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. തൽക്കാലം ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല വേവിച്ച് വെച്ചത് കൊടുത്തേ ഉള്ളൂ. ഇനിയാണ് കഴിക്കുന്നത്. ഇനി രണ്ടുപേരും കൂടെ പോയി ഹോളിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. തുമ്പിതാ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് കുറച്ച് നേരം ടി വി കാണാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ടി വി കാണാറൊന്നുമില്ല കേട്ടോ. തുമ്പിക്ക് എപ്പോഴും ഒരാൾ കളിക്കാൻ കൂടെ വേണം. അവൾക്ക് അതാണ് ഇഷ്ടം. തുമ്പി ഇനി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നോളൂ, ബാക്കി പണികൾ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയർ നോക്കുകയാണ്. റോസ്മേരി വാട്ടറാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ റോസ്മേരി വാട്ടർ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി രാവിലെ വൈകിട്ടും കുളി കഴിഞ്ഞിട്ട്, രാവിലെ കുളി കഴിഞ്ഞിട്ട് നനവിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഉണങ്ങിക്കോളും. പിന്നെ രാത്രി കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നൊന്നുമല്ല, കുറച്ച് നേരത്തെ ഒരു വൈകുന്നേര സമയത്ത് ഒക്കെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോഴേക്കും രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ അതൊക്കെ ഉണങ്ങി കിട്ടും. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് എനിക്ക് 2 നേരം യൂസ് ചെയ്യാം കേട്ടോ. കുറേ നേരമായി ഒരാൾ മൈലാഞ്ചി വേണം എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ സംക്രാന്തി പ്രമാണിച്ച് തലേ ദിവസം വൈകുന്നേരം മൈലാഞ്ചിയൊക്കെ അരച്ചിടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാനും കുഞ്ഞാപ്പും കൂടെ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ടുവന്ന് അരച്ച് ഇട്ട് കൊടുത്തു. കാണിച്ചു കൊടുത്താൽ മൈലാഞ്ചി കാണിച്ചു കൊടുത്താൽ. ഇത്രയും നേരം സമ്മതിച്ചതിന് വലിയ കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്നിട്ട് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ചോദിക്കുകയാണ് മൈലാഞ്ചി വേണം. അപ്പോൾ എന്തായാലും കുളിച്ചിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. എന്താ വേണ്ട? മഞ്ചാഞ്ചി. തുമ്പക്ക് മഞ്ചാഞ്ചി ഇല്ല. ഒരു ഉമ്മ തരൂ. ഇന്നലെ തൊട്ട് നല്ല മഴയാണ് അല്ലേ? മഴ, നല്ല മഴ. തുടണ്ട മഴയൊന്നും തുടണ്ട. ഇനി വഷളാവണേൻ്റെ മുന്നേ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒരു ബോക്സിൽ അടച്ച് വെച്ചിറക്കായിരുന്നു ഫ്രിഡ്ജിൽ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെ പാടെടുത്ത് മേത്തുകൂടെ തേക്കും. അപ്പം പിന്നെ കുളിക്കുന്നതിൻ്റെ മുന്നേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ട്, തൊടണ്ട. കാണിച്ചു അവിടെ കാണിക്കൂ. അച്ചയ്ക്ക് കാണിക്കണം. അച്ഛൻ വന്നിട്ടുണ്ട്, അച്ചയ്ക്ക് കാണിച്ചു കൊടുക്കും അല്ലേ? നല്ല തണുപ്പുള്ളതുകൊണ്ട് എത്ര നേരം വെക്കുന്നു അറിയാം. അയ്യോ നടക്കുന്നുണ്ട്. തൊടണ്ട. ആക്കി അവിടേക്കായി.
അമ്മ കേട്ടോ. ആ നല്ല തണുപ്പുണ്ട്. തണുപ്പ് പോട്ടെ കേട്ടോ. ഇനി ബാക്കി തണുപ്പ് പോയിട്ടിട്ടേ കുറച്ച് മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതിയാണ്. മറന്നു സൂപ്പർ. ആ അമ്മക്കുണ്ട്. കണ്ടു കണ്ടു. ഇന്നലെ വേഗം ഇതൊക്കെ കഴുകി കളഞ്ഞുകൊണ്ട് ചോത്തില്ല, എന്നാൽ കളർ വന്നില്ല അധികം. ഉമ്മയൊന്നും കൊടുക്കണ്ട, ഉമ്മ വേണ്ട, ചുണ്ടിലാവൂട്ടോ. അപ്പിയാണത്. എന്തത് തിരിച്ചു പോയോ? അങ്ങനെ ഞങ്ങൾ ചാച്ചി കുളിച്ചു അല്ലേ, കണ്ണും പൊട്ടൊക്കെ എഴുതി സുന്ദരി. തൊക്കണ്ട, പാലുമ്പ് കുപ്പിയാണിത്, നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. ഇപ്പൊ മഴയില്ല. ഇതാണ് നമ്മുടെ വീട്. തുമ്പിരി ചെപ്പത്തും തുമ്പി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ തുമ്പിക്ക് ഇടയ്ക്ക് പോകണം. നമ്മൾ എവിടെ പോകാനാ? എവിടേക്കാ പോണ്ടേ? അതാ കഴിക്കണ്ട, കഴിച്ചാൽ കൊണ്ടുപോയില്ല. ടാറ്റ കൊണ്ടുപോയില്ല. എവിടേക്കാ പോണ്ട് പറ. അപ്പോൾ ഇനി ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. ബായ് കൊടുക്കൂ. ബൈ.